റിയൽമി നാർസോ 100X 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 100X 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റിയൽമി നാർസോ 100X 5Gയിൽ 6.8 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ HD റെസൊല്യൂഷനെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുള്ളൂ. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമ്മൾ മിനിമം ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് മിസ്സിംഗ് ആണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പല ഫോണുകളിലും AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളായിട്ടുള്ള റെഡ്മി നോട്ട് 14 SE, സാംസങ് M36, F36, അതുപോലെ തന്നെ AI+ നോവ 2 അൾട്ര, പിന്നെ ലാവയുടെ ബ്ലേസ് ഡുവോ 3, ലാവ പ്ലേ അൾട്ര, ഇതുപോലെ പല ഫോണുകളിലും നമുക്ക് 20,000 രൂപയ്ക്ക് താഴെ തന്നെ ഫുൾ HD റെസൊല്യൂഷൻ്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കൂടി കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ഫോണിൽ വെറും HD റെസൊല്യൂഷനും LCD പാനലും ആക്കിയത്. പിന്നെ ഇപ്പോൾ ഫോണുകൾക്കൊക്കെ വില കൂടുന്നുണ്ട്. അപ്പം ഈ ഒരു LCD പാനൽ എന്നുള്ളത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാം എങ്കിലും HD റെസൊല്യൂഷൻ അത്ര ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം റിയൽമി P4X എന്ന സ്മാർട്ട് ഫോൺ കിട്ടും. അതിൽ നമുക്ക് LCD പാനൽ തന്നെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും ഫുൾ HD റെസൊല്യൂഷൻ ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ചോൾ ഡിസൈനാണ് വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. ഏകദേശം 90.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 224 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.8 mm ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ IP65 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ മിഡ് നൈറ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ ഫ്ലാഷ് ഓറഞ്ച് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ പല ഫോണുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ റിയൽമിയുടെ തന്നെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റിയൽമി P4Xൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഇതിലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ലാവ പ്ലേ അൾട്ര എന്ന സ്മാർട്ട് ഫോണിൽ നമുക്ക് MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ കിട്ടുന്നുണ്ട്. അതും ഇതിനേക്കാൾ ബെറ്ററാണ്. പിന്നെ ആ ഒരു ഫോണിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിൽ നമുക്ക് MediaTek Dimensity 7025 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിലൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം പ്രോസസ്സർ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഗെയിമിങ്, പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് സ്കിപ്പ് ചെയ്യുക. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കുക. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 6GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഏരിയ വരുന്നത് 5300 mm² ആണ്. പിന്നെ സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല ഫോണുകളിലും നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ Android 16 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഓൺ പേപ്പർ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 50 MP f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പൊക്കെ ഇതിൽ കൊടുക്കായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് 20,000 രൂപയ്ക്ക് താഴെ ക്യാമറയിൽ OSൻ്റെ സപ്പോർട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള സെൽഫി ക്യാമറ ഒക്കെ ഉള്ള ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാംസങ്ങിൻ്റെ M36, F36 ഇതുപോലുള്ള ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് OSൻ്റെ സപ്പോർട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല ഫോണുകളിലും ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ ക്യാമറ സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ
കാര്യത്തിലോട്ട് വരുമ്പോൾ 8000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്, നല്ലൊരു കാര്യമാണ്. 45 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ റിയൽമി P4X എന്ന സ്മാർട്ട് ഫോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 8000 mAh ബാറ്ററി ഒന്നും വരുന്നില്ലെങ്കിലും 7000 mAh ബാറ്ററി അതിൽ വരുന്നുണ്ട്. അതും നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ തന്നെയാണ്. അപ്പം അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4 GB RAM വെർഷൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. 6 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 22,999 രൂപയാണ്. പിന്നെ 6 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. പിന്നെ ഇനീഷ്യലി ചില ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില കൂപ്പൺ ഓഫേഴ്സും ഉണ്ട്, 500 രൂപയുടെ ഓഫ് വേറെയും ലഭിക്കുന്നതായിരിക്കും. ജൂലൈ 22 മുതലാണ് ഈ ഒരു ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. പ്രോസസ്സർ അത്ര മികച്ചതല്ല. ഓൺ പേപ്പർ ക്യാമറ സെറ്റപ്പ് ജസ്റ്റ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആകെയുള്ളൊരു കാര്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം റിയൽമി P4X എടുക്കാം. ഒരു 7000 mAh ബാറ്ററി ഉണ്ട്, 8000 mAh ബാറ്ററി ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് ബെറ്ററാണ്. ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ OISൻ്റെ സപ്പോർട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ചില ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വേറെയും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം പൊതുവേ പുതിയ ഫോണുകളൊക്കെ ലോഞ്ച് ചെയ്യുമ്പം അത്ര വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ പുതിയ ഫോൺസ് എടുക്കാതെ കഴിഞ്ഞ കൊല്ലമൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോൺസ് എടുക്കുക. അതിൽ ബെറ്റർ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പുതിയ ഫോൺസിന് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം പലപ്പോഴും പഴയ ഫോൺസാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത്. ഇപ്പം ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലോട്ട് വരിക, അല്ലെങ്കിൽ ബാക്കി എല്ലാ ഫോണുകളുടെയും വില കൂടുകയൊക്കെ ചെയ്താൽ ചിലപ്പം ഒരു നല്ല ഫോണായിട്ട് മാറിയേക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായേക്കാം. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.